ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂര്യശോഭയാർന്ന വ്യക്തിത്വമാണ് സഖാവ് ഇന്ദ്രജിത് ഗുപ്ത. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെയും ഭീഷണിയെയും അതിജീവിച്ച് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് ഇന്ദ്രജിത് ഗുപ്ത. കള്ളക്കേസുകളിൽ പെടുത്തിയും ഭരണകൂടം വേട്ടയാടിയതിന്റെ ഭാഗമായി ദീർഘകാലം ഒളിവ് ജീവിതവും കാരാഗൃഹവാസവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതൊന്നും പക്ഷേ ഇന്ദ്രജിത് ഗുപ്ത എന്ന വിപ്ലവകാരി തെല്ലും വകവച്ചില്ല. എല്ലാത്തരം ഭീഷണികളെയും അതിജീവിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹം ശക്തമായ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയനായ പാർലമെന്റേറിയനായിരുന്നു ഇന്ദ്രജിത് ഗുപ്ത. പാർലമെന്റിനെ നിസ്വവർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയായി മാറ്റിത്തീർക്കാൻ അദ്ദേഹത്തിനായി. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനം പുതിയ കാലത്തെ സാമാജികർക്കുള്ള പാഠപുസ്തകമാണ്. 11 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രജിത് ഗുപ്ത രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഏക കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ദേവഗൌഡ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. തൊഴിലാളി വർഗത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ഇന്ദ്രജിത് ഗുപ്തയുടേത്. വർഗീയതയ്ക്കെതിരായ രാജ്യമാകെ ശ്രദ്ധിച്ച ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനാവാത്ത നേതൃത്വമായിരുന്നു ഇന്ദ്രജിത് ഗുപ്ത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ തളരാതെ പ്രസ്ഥാനത്തെ നയിച്ച മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവോടെ ശിരസ് നമിക്കുന്നു.